സർക്കാർ ടൗൺഷിപ്പിൽ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന വീടുകളിൽ വിള്ളൽ. ആദ്യഘട്ടത്തിൽ കൈമാറുന്ന 178 വീടുകളിലെ 2 വീടുകൾക്കാണ് വിള്ളലുണ്ടായിരിക്കുന്നത്. ടൗൺഷിപ്പ് ഈ മാസവും താമസയോഗ്യമാകില്ല. നിർമ്മാണം വൈകുന്നതിൽ ആശങ്കയിലാണ് ദുരന്തബാധിതർ. മേലെ ഇവർ വെള്ളം കെട്ടി പൊട്ടിയ ഭാഗത്ത് ഇവർ സിമെൻ്റ് കൊണ്ട് കെട്ടിയിരിക്കണേ. അപ്പോൾ അതിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കണേ. ഞാൻ താഴെ പോയി നോക്കുമ്പോൾ ചെറുങ്ങനെ കിനിവുണ്ട്. അതിനെ അവരെ അറിയിച്ചതിൻ്റെ ശേഷം ഇന്നൊരു നടപടിയൊന്നുമില്ല. അതേപോലെ റൂമിൻ്റെ ഡോറിൻ്റെ ഒക്കെ സൈഡ് പൊട്ടിയത് വിള്ളൽ വന്നിട്ട് അതിൽ ചോർച്ച വെള്ളം കിനിഞ്ഞിറക്കുന്നതാണ്. ചോർച്ചല്ലാതെ ഈ കിനിവ് വരില്ലല്ലോ. ആ കിനിവ് വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എങ്ങനെ, ഇപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? നമ്മൾ താമസമാക്കിയിട്ടില്ലല്ലോ. ഈ പട്ടയം തരുമ്പോൾ നമ്മളെ വീട് നമുക്ക് കാണാൻ ഞാൻ ഒന്നരാടെ ഞാൻ വന്ന് നോക്കും. നമുക്കറിയാം ഇത് പ്ലാസ്റ്റർ അല്ല, മെയിൻ സ്ലാവാണ് പൊട്ടിയത്. ആശങ്കപ്പെടേണ്ട എന്നും പരിഹാര മാർഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പരിശോധനയ്ക്ക് ശേഷം ഊരാളുങ്കൽ സൊസൈറ്റി അധികൃതർ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചതിന് ശേഷമേ വീടുകളുടെ താക്കോൽ കൈമാറുകയുള്ളൂവെന്നും അധികൃതർ പറഞ്ഞു. 178 വീടുകളിലും ഈ വെള്ളം കെട്ടി നിർത്തി ചെക്ക് ചെയ്ത് ഡാംപ്നെസ് വരുന്ന വീടുകളിൽ എന്താണെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ്. യഥാർത്ഥത്തിൽ ഇതിപ്പോൾ ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൺകറന്റ്, അതായത് പാരലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വിസിബിൾ ആകുന്നത്. പോണ്ടിങ് ടെസ്റ്റ് എന്തിനാണ് വെച്ചേക്കുന്നത്? കാരണം എവിടെങ്കിലും എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ഈ പുള്ളിയുടെ ആശങ്കകൾ മാറ്റാൻ നമുക്ക് അൾട്രാസോണിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ചെയ്യിപ്പിച്ചിട്ട് അതും ഇല്ലാതാക്കാം. അപ്പോൾ ഇതിൽ എന്ത് കൺസേൺ ഉണ്ടെങ്കിലും അത് നമ്മൾ തീർത്തു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ചുമതലയാണ്. അത് ചെയ്തിരിക്കും. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സവിശേഷതകളെ അടക്കം ചെറുക്കാൻ കഴിയുന്ന ലോകോത്തര മാതൃകയിലാണ് നിർമ്മാണം എന്നുള്ളതൊക്കെയായിരുന്നു. ഇതിപ്പോൾ 178 വീടുകളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അതിൽ താമസയോഗ്യമായിട്ടില്ല. അതിനു മുൻപേ വിള്ളൽ എന്നുള്ളതാണ് ദുരന്തബാധിതരുടെ പരാതി. മാധു സൂചിപ്പിച്ചതുപോലെ പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കരുത്തുള്ള ശേഷിയിലായിരുന്നു ടൗൺഷിപ്പിലെ ഓരോ വീടുകളുടെയും നിർമ്മാണം. അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഗുണമേന്മയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച വീടുകളുടെ നിർമ്മാണത്തിലാണ് ഏറ്റവും ആദ്യഘട്ടത്തിൽ, അതായത് ഫേസ് 1-ലെ 178 വീടുകൾ കൈമാറുന്നതിൽ 2 വീടുകളുടെ മേൽക്കൂരയിലാണ് വിള്ളൽ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ആ വീടിന്റെ ഗുണഭോക്താവ് അത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചത്. വീടിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഗുണഭോക്താവായിട്ടുള്ള നൗഫലാണ് ആ ആശങ്ക പങ്കുവച്ചത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്നിപ്പോൾ ടൗൺഷിപ്പിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ അധികൃതർ പരിശോധന നടത്തിയിരുന്നു. അവർ പറയുന്നത് ഇത് കേവലം സാങ്കേതികപരമായിട്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ഷ്രിങ്കേജ് ക്രാക്ക് എന്നാണ് ഇതിന് ടെക്നിക്കലായിട്ട് പറയുന്നത്. അത് വലിയൊരു പ്രശ്നമല്ല. അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടാകില്ല. ദുരന്തബാധിതർ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും താക്കോൽ കൈമാറുക എന്നുള്ളതാണ്. ഇത് കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടായ സമയത്ത് ഈ മുകളിലുള്ള വാർപ്പിന്റെ ഭാഗത്ത് വിള്ളൽ വന്നത്, അതായത് കൂടുതൽ വലിപ്പത്തിൽ വ്യാസമുണ്ടായതുകൊണ്ട് വിള്ളൽ വന്നതാകാം എന്ന് ഈ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ അധികൃതർ പറയുന്നുണ്ട്. അതനുസരിച്ച് അവർ കൃത്യമായി പരിശോധന നടത്തി ഉറപ്പുവരുത്തി ദുരന്തബാധിതരുടെ ആശങ്ക അകറ്റിയതിന് ശേഷം വീടുകൾ കൈമാറും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ജില്ലാ കളക്ടർ ഇന്നിപ്പോൾ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഒപ്പം ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ ഉന്നത അധികൃതർ അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം വിഷുവിന് മുൻപായി വീട് ലഭിക്കുമെന്ന് കരുതി. എന്നാൽ ആ വീടിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായില്ല. കഴിഞ്ഞ ദിവസം വിഷുവിന്റെ അവധിയായിരുന്നു. ഒപ്പം പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ അതിഥി തൊഴിലാളികളൊക്കെ അവരുടെ നാട്ടിലേക്ക് പോയി. അവരാരും തന്നെ തിരിച്ചു മടങ്ങിയെത്തിയിട്ടില്ല. ദിവസവും 1500-ലധികം, ഏതാണ്ട് 2000-ഓളം തൊഴിലാളികൾ ദിവസവും ജോലി ചെയ്യുന്ന ഒരു ടൗൺഷിപ്പാണ്. പക്ഷേ ഇന്നൊക്കെ അവിടെ എത്തി നമ്മൾ കണ്ട ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആവശ്യത്തിന് തൊഴിലാളികളില്ല. നിർമ്മാണ പ്രവൃത്തിയിൽ മെല്ലെപ്പോക്കുന്ന ദുരന്തബാധിതർ ആരോപണം നൽകിയത് ശരിയാണ്. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയുടെ തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങി. നമുക്കറിയാം SIR-ന്റെ അടക്കം പശ്ചാത്തലമുണ്ട്. അതൊക്കെ ശരി, അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഈ വിള്ളലടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ ഊരാളുങ്കൽ സൊസൈറ്റി വീടുകൾ കൈമാറ്റം ചെയ്തതിനുള്ള സമയം അധികമായി ചോദിച്ചതുമൊക്കെ ഈ മാസവും വയനാട്ടിലെ ആദ്യഘട്ടത്തിലെ വീടുകൾ താമസയോഗ്യമാകില്ല എന്ന തീരുമാനം പുറത്തു വരുന്നതുമൊക്കെ ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങളാണ്.